ഹിന്ദി ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പട്കഥ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ പട്കഥയിൽ ചോദ്യം വരിക എന്നുള്ളത് ട്ടോ. അപ്പോൾ ഇതാ ഈ 25th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദീദി ജമ്മു കി ഷാൾ ലേ ലോ. അതായത് ജമ്മുവിൽ നിന്നുള്ള ഷാൾ മേടിച്ചോളൂ ദീദി. ദീദി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നാണ്. ചേച്ചി ജമ്മുവിൽ നിന്നുള്ള ഷാൾ മേടിച്ചോളൂ. ബഹുത്ത് ബടിയ ഹെ. നല്ല നല്ല ഒന്നാം തരമാണ്. നല്ല അടിപൊളി സാധനമാണ്. ബഹുത്ത് ബടിയ ഹെ. നല്ല ഒന്നാം തരമാണ്. രംഗ് ബിരംഗി ഷാലോं के भारी घटर उठाए एक सांवली सलोनी कचरारी आंखों वाली युवती पत्नी को ഇസ്രാ കർനെ ലഗി. അതായത് ഭാര്യനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു മേടിക്ക് പറഞ്ഞിട്ട്. ഭാര്യ ചോദിച്ചു കിത്നേക്ക് ഹേ അഡായി സൗഖി. അപ്പോൾ എത്ര രൂപയാണ്? 250 രൂപയാണെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പടുക്കഥ അല്ലെങ്കിൽ എന്താ തിരക്കഥ തയ്യാറാക്കണം. തിരക്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതില്ലേ, അപ്പോൾ അതെങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഹാനിക്ക് അതായത് കഥയുടെ പ്രസ്തുത പ്രസംഗക്കെ ആധാർ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ. അപ്പോൾ ഒരു പടുക്കഥയുടെ ഒരു ദൃശ്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പടുക്കഥ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പടുക്കഥ എന്ന് പറയുന്ന ഹെഡിങ് എഴുതുക. ദൃശ്യ 1 അതായത് സീൻ 1 എന്ന് എഴുതുക. സീൻ 1 എന്നല്ല എഴുതുന്നത്, ദൃശ്യ 1 എഴുതണം. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ സീൻ 1 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ദൃശ്യ 1, ദൃശ്യം 1. എന്നിട്ട് എഴുതുന്ന സ്ഥാൻ, എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം നടക്കുന്നത്? ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? ട്രെയിനിന്റെ ജനറൽ കോച്ചിലാണ് നടക്കുന്നത്. ജനറൽ കോച്ച് ഓക്കെ, അല്ലെങ്കിൽ ജനറൽ കോച്ച് എന്ന് എഴുതിയാൽ മതി. സ്ഥാനം എവിടെയാണ്? ട്രെയിനിലെ ജനറൽ കോച്ചാണ്. സമയം എത്രയാണ്? സുബഹ് 9 ബജെയാണ്, 9 മണിക്കാണ് കേട്ടോ. ബജെ എന്ന് പറഞ്ഞാൽ സമയമാണ്, അത്ര മണി. ഓക്കെ, പാത്ര ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? യുവതി ഉണ്ടായിരുന്നല്ലോ. ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. ലഗ്ഭഗ് ഏകദേശം 22 ആണ്. 22. സാൽ എന്ന് പറഞ്ഞാൽ വർഷം അല്ലെങ്കിൽ വയസ്സ്. 22 വയസ്സുണ്ട്. സാഡി പഹ്നി ഹെ അതായത് സാരിയാണ് ധരിച്ചിട്ടുള്ളത്. ഓക്കെ, പത്നിയുടെ വയസ്സ് എത്രയാണ്? ആയു എത്രയാണ്? ലഗ്ഭഗ് ഏകദേശം 32 വയസ്സാണ്. സാൽ എന്ന് പറഞ്ഞാൽ വയസ്സ്. ചുരിദാറാണ് പഹ്നി ഹെ ധരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദൃശ്യ 1 എന്തൊക്കെ എഴുതി? സ്ഥാനം എവിടെയാണ്? സ്ഥാൻ എന്ന് പറയുന്നത് സമയം എപ്പോഴാണ്? ആരൊക്കെ കഥാപാത്രങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ ഇനി അവിടെ നടക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് എന്ന് പറയാം. ട്രെയിൻ കാ ജനറൽ കോച്ച്, ട്രെയിനിന്റെ ജനറൽ കോച്ചാണ്. ലേഖക് ഓർ ഉൻകി പത്നി ബൈഠെ ഹെ അതായത് ലേഖകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരിക്കുന്നു. ബച്ചെ കിഡ്കി സെ ബാഹർ ദേഖ് രഹേ ഹെ കുട്ടികൾ എന്താ ചെയ്യുന്ന? ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. തബി ആ സമയത്ത് ഏക് യുവതി ആത്തി ഹെ ഒരു സ്ത്രീ കടന്നു വരുന്നു. ഉസ്കെ കന്ധേം പർ രംഗ് ബിരംഗി ഷാലോം കാ കടർ ഹെ. അപ്പൊ അവരുടെ തോളിൽ എന്തുണ്ട്? നല്ല വർണ്ണപ്പകിട്ടാർന്ന ഷാളുകളുടെ ഒരു ഘടർ ഉണ്ട്. ഘടർ എന്ന് പറഞ്ഞാൽ ബാണ്ടക്കെട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ സീനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവരുടെ കോൺവെർസേഷൻ ആണ്. ഈ കോൺവെർസേഷന് പറയുന്ന പേരാണ് സംവാദ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്തെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സംവാദം നോക്കാം. എന്താണ്? യുവതിയാണ് ആദ്യം പറയുന്നത്. യുവതി പറയാണ് ധീരെ സെ മുസ്കുരാ കർ അതായത് പതുക്കെ ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് പറയാണ്. ദീദി ചേച്ചി ജമ്മുക്ക് ഷാൾ ലേലോ. ജമ്മുവിൽ നിന്നുള്ള ഷാൾ മേടിച്ചോളൂ. ബഹുത് അച്ചി ഹെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാട്ടോ. അപ്പോൾ അതിലുള്ള അതേ വേർഡുകൾ തന്നെ യൂസ് ചെയ്യുന്നില്ല, അതിലുള്ള വേർഡുകൾ യൂസ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ വഹ് അപ്ന ഘടർ ഘോൽ കർ ഷാലൈ ദിഖാത്തി ഹെ. അപ്പോൾ ആള് എന്ത് ചെയ്തു? ആ യുവതി ഷാളിന്റെ ഘടർ എന്ന് പറഞ്ഞാൽ ഭാണ്ഡക്കെട്ട് താഴെ വെച്ചിട്ട് ഷാളുകൾ കാണിച്ചു കൊടുക്കുന്നു. പത്നി ചോദിക്കുന്നത് കിത്നിക്ക് ഹെ എന്താ വില? യുവതി പറയുന്നു അടായി സൗഖി ദീദി എന്ന് പറഞ്ഞാൽ എന്താ? 250 ചേച്ചി പറഞ്ഞു. പത്നി തോടാ ചൗക്കർ. ഓ, അപ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഇത്നി മാങ്കി, ഇത്ര വിലയുണ്ടോ ചോദിച്ചു. യുവതി ഉമ്മീദ് സെ ദേഖ്തി ഹെ. അപ്പോൾ യുവതി ഇങ്ങനെ നോക്കുന്നു. യുവതി പറയാണ് ബഡിയാ ഹെ ദീദി നല്ലതാ ചേച്ചി ചോദിച്ചു. ലേലോന വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ലേഖകൻ എന്ത് ചെയ്യുന്നു? പത്നിക്കോ ഇഷാര കർത്തെ ഹെ പത്നിയോട് കാണിക്കുകയാണ്, ആംഗ്യം കാണിക്കുന്നു, വേണ്ടാന്ന് കാണിക്കുന്നു. പത്നി ഉൻഹെ ഗുസ്സെ സെ ദിഖ്തി ഹെ. പത്നി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ ലേഖകനെ ദേഷ്യത്തോടെ നോക്കുന്നു. ദൃശ്യ സമാപ്ത്. ഇത്രയോട് ദൃശ്യ സമാപ്ത്, ദൃശ്യം അവസാനിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പടുകഥ എഴുതേണ്ടത്. അപ്പോൾ ഇതിന്റെ ഫോമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ